മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ നടപടി. രോഗികളെ പുളിയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റും. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 500ഓളം കിടക്കകളുള്ള പുളിയനാർകോട്ട ആശുപത്രിയിൽ പകർച്ചപ്പനി ബാധിതർക്ക് ഉൾപ്പെടെ മതിയായ കിടത്തി ചികിത്സ ഉറപ്പാക്കാനാകും. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. MG പ്രതീഷ്, സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത്. ആര്യ, തീർച്ചയായും കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ രോഗികളെ തറയിൽ കിടത്തുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന്. അതിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. മെഡിക്കൽ കോളേജുകളിലെ രോഗികളെ പുളിയനാർകോട്ടയിലെ നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 500ഓളം കിടക്കകളാണ് പുളിയനാർകോട്ട സർക്കാർ ആശുപത്രിയിലുള്ളത്. ഇവിടെ ആയിരിക്കും പ്രധാനപ്പെട്ട വിഭാഗത്തിലെ രോഗികളെ മാറ്റുക. പ്രത്യേകിച്ച് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ നിന്നുള്ള രോഗികളെ ആയിരിക്കും ആ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. 500ഓളം കിടക്കകളുള്ള പുളിയനാർകോട്ട ആശുപത്രിയിൽ പകർച്ചപ്പനി ബാധിതർക്ക് ഉൾപ്പെടെ മതിയായ കിടത്തി ചികിത്സ സൗകര്യം ഒരുക്കും എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ആരോഗ്യ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മഴക്കാലമായതോടുകൂടി പകർച്ചപ്പനി കേസുകൾ ഉൾപ്പെടെ വർധനവുണ്ട്. അതുകൊണ്ട് തന്നെ പനി ബാധിച്ചെത്തുന്ന രോഗികളെ ഉൾപ്പെടെ നിലത്ത് കിടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ രോഗികളെ ആദ്യഘട്ടമെന്ന നിലയിൽ പുളിയനാർകോട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഇതിനോടകം തന്നെ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റ് ഇടങ്ങളിലും മറ്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ചും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനവും ഇന്ന് ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ച് അങ്ങേയറ്റം അവർക്ക് അനിവാര്യ